പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, ഇന്ന് ദിനത്തിൽ കർത്താവ്, ഇന്ന് നമ്മൾ യാക്കോസ്ലിഹയുടെ ലേഖനമാണ് ധ്യാനിക്കുന്നത്. 5:20. കർത്താവ് യാക്കോസ്ലിഹയുടെ പ്രത്യേക മാധ്യസ്ഥം, പ്രത്യേകിച്ച് ആദ്യമായിട്ട് ഈശോയ്ക്ക് ആയിട്ട് രക്തസാക്ഷിത്വം വഹിച്ച സ്ലിഹന്മാരിൽ ആദ്യത്തെ രക്തസാക്ഷിയാണ് യാക്കോബ് സ്ലിഹ. പിന്നെ ഞാനും എൻ്റെ മാമോദിസ പേര് യാക്കോബാണ്. ഹല്ലേലൂയ. അപ്പോൾ സ്വഭാവം ഞങ്ങൾ തമ്മിൽ വലിയ സാമ്യമില്ലെങ്കിൽ പോലും ഞങ്ങളൊരു യാക്കോസ്ലിഹയാണ് എൻ്റെ പേരിന് കാരണഭൂതനായിരിക്കുന്നത് മധ്യസ്ഥൻ. അപ്പോൾ യാക്കോസ്ലിഹയുടെ പ്രത്യേക ഇടപെടൽ ഇന്ന് നിങ്ങളുടെ പ്രാർത്ഥനകളിൽ, നിങ്ങളുടെ സങ്കടങ്ങളിൽ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് കേട്ടോ. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് വചനം പറയാണ്, പാപിയെ തെറ്റായ മാർഗത്തിൽ നിന്ന് പിന്തിരിക്കുന്നവൻ തൻ്റെ ആത്മാവിനെ മരണത്തിൽ നിന്ന് രക്ഷിക്കുകയും തൻ്റെ നിരവധിയായ പാപങ്ങൾ തുടച്ചു മാറ്റുകയും ചെയ്യുന്നുവെന്ന് നിങ്ങൾ അറിഞ്ഞുകൊള്ളുവിൻ. പാപിയെ തെറ്റായ മാർഗത്തിൽ നിന്ന് പിന്തിരിക്കുന്നവർ. ഞാൻ പ്രിയ സഹോദരരുടെ കാര്യം പറയട്ടെ. പാപിക്ക് വേണ്ടി, പാപികളുടെ മാനസാന്തരത്തിന് വേണ്ടി ഏറ്റവും ബെസ്റ്റ് കാര്യം എന്താണെന്നറിയോ? ഉപദേശമാണോ? ഉപദേശം നിങ്ങളവിടെ ഉപദേശിച്ചിരുന്നു, ഒന്നും നടക്കില്ലേ? അതായത് ദിവ്യകാരുണ്യ സന്നിധിയിലുള്ള പ്രാർത്ഥന. ദിവ്യകാരുണ്യ സന്നിധിയിൽ പ്രാർത്ഥനയുണ്ടോ സഹോദരങ്ങളെ? മാറ്റമുണ്ട്. ഇവിടെ ചില താമസ ധ്യാനമൊക്കെ വരുമ്പോഴേ ചിലർ ഭയങ്കര മറുതലിച്ച് നിൽക്കുമ്പോൾ ഇടനേരങ്ങളിലൊക്കെ ഗ്യാപ്പ് കിട്ടിക്കഴിഞ്ഞാൽ ഈശോയുടെ സന്നിധിയിലിരിക്കും. ഈശോയെ പറ്റുന്നില്ല കേട്ടോ, ഒരു രക്ഷയില്ലാത്ത രീതിയിലാണ് ഇരിക്കണത്, നീ സഹായിക്കണേ. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ പെട്ടെന്ന്, അത് വൈദികർ പ്രാർത്ഥിക്കുമ്പോൾ പെട്ടെന്ന് അത് ആ കാര്യത്തിൽ, കാരണം പുരോഹിതനെ കർത്താവ് ഉയർത്തിയിട്ടുള്ളത് ദൈവജനത്തിന് വേണ്ടിയല്ലേ. നമുക്കറിയാം പറഞ്ഞാലൊന്നും അവർ രക്ഷപ്പെടില്ല എന്ന്. ശക്തമായൊരു പ്രാർത്ഥന. ഇപ്പോൾ കൗൺസിലിങ്ങിനെല്ലാം മറുതരിച്ച് നിൽക്കും, കുമ്പസാരിക്കില്ല നേരെ ചൊവ്വനെ, അങ്ങനെയൊക്കെ നിൽക്കുമ്പോൾ വളരെ അപൂർവം കേസുകളാണ് അങ്ങനെ ഇവിടെ വരാറുള്ളത്. ഇവിടെ ഇതൊരു പുണ്യഭൂമി ആയതുകൊണ്ട് തന്നെ ശരി കർത്താവ് കൃപ ഇതിൽ വെഞ്ചിരിപ്പും പ്രാർത്ഥനകളൊക്കെ നിരന്തരം ഉയരുന്നതുകൊണ്ട് ശരിക്കും കുറേ കർത്താവിൻ്റെ സംരക്ഷണമുണ്ട്. എന്നാലും വളരെ അപൂർവമൊക്കെ ആയിട്ട് വരുമ്പോൾ ശരി ദിവികാരുണ്യ സന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ, അപ്പോൾ ഒരു പക്ഷേ ഇത് കേൾക്കുമ്പോൾ നിങ്ങളുടെ മക്കൾ, ജീവിത പങ്കാളി, പ്രിയപ്പെട്ടവർ, ഇവരൊക്കെ ഇങ്ങനെ ശരി മറുതലിച്ച് നിൽക്കുന്ന ഒരു പാപകരമായ അവസ്ഥയിലൂടെ പ്രാർത്ഥനയിൽ താല്പര്യമില്ല, ലോകപ്രകാരമുള്ള ജീവിതമാണ്, അങ്ങനെയെങ്കിലും നമ്മൾ ചെയ്യേണ്ടത് സഹോദരങ്ങളെ ദിവ്യകാരുണ്യ സന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിക്കുക. അത് ഇച്ചിരി ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. നമ്മുടെ കാലത്ത് കുർബാന കഴിഞ്ഞ് വീട്ടിലേക്ക് വന്ന് പിന്നെ വീണ്ടും നമ്മുടെ വീട്ടിൽ ദിവ്യകാരുണ്യം ഇല്ലല്ലോ, അപ്പോൾ അതുകൊണ്ട് വീണ്ടും പോകാമെന്ന് പറഞ്ഞിച്ചിരി. പക്ഷേ എങ്കിലും പ്രിയ സഹോദരങ്ങൾ, നമ്മളൊന്ന് ചെയ്യുകയാണെങ്കിൽ എത്രയോ സമയം നമ്മൾ ചെടിയുടെ പരിപാലനം, ഈ പരിപാലനം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ സമയം കളയുന്നുണ്ട്. ദിവ്യകാരുണ്യ സന്നിധിയിൽ എല്ലാ ദിവസവും 2 മണിക്കൂർ സമയം കുർബാനയ്ക്ക് പുറമെ നിങ്ങളതൊന്ന് പ്ലാൻ ചെയ്ത് നോക്കി. അപ്പോൾ പ്രത്യേകിച്ച് നമ്മൾ ഇച്ചിരി എൽഡേളിലേക്ക് ആയി കഴിഞ്ഞാൽ അത്യാവശ്യം നമ്മുടെ ഉത്തരവാദിത്തങ്ങളൊക്കെ നമ്മൾ നിറവേറ്റി കഴിഞ്ഞാൽ പിന്നെ ഇതൊരു ഫോക്കസായിട്ട് എടുക്കുക. ദിവ്യകാരുണ്യ സന്നിധിയിൽ 2 മണിക്കൂറെങ്കിലും സമയം ഞാൻ ചിലവഴിക്കും. എന്നിട്ട് അതിനനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ, അതൊരു ഫസ്റ്റ് പ്രയോറിറ്റി ആയിട്ട് എടുക്കുകയാണെങ്കിൽ ഇതിനൊക്കെ സമയം ഉണ്ടാവും. ഫസ്റ്റ് പ്രയോറിറ്റി ആയിട്ട് നമ്മൾ എടുക്കുകയാണെങ്കിൽ 2 മണിക്കൂർ സമയം കർത്താവ്. അതായത് ഇപ്പോൾ നമ്മൾ റിട്ടയറീസാണ്, റിട്ടയർമെൻറ്റൊക്കെ കഴിഞ്ഞു, ഇപ്പോൾ അത്യാവശ്യം കാര്യങ്ങളൊക്കെ ഒന്ന് ഒതുക്കി നമുക്ക് ചെയ്യാൻ പറ്റും എന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളത് ചെയ്യണം. അപ്പോൾ നിങ്ങളിപ്പോൾ പറയാൻ പോണ കാര്യം എനിക്കറിയാം. പേരപ്പിള്ളേരുണ്ടല്ലോ, പേരപ്പിള്ളേർ ഒക്കെ ഉണ്ട്. അത് നമ്മുടെ പാരൻസിനോടൊക്കെ അവരുടെ മാതാപിതാക്കളോട് പറയണം. പ്രത്യേകിച്ച് ചുരുങ്ങിയത് ഇനിയിപ്പോൾ എല്ലാ ദിവസവും പറ്റിയില്ലെങ്കിൽ ആഴ്ചയിൽ 2 ദിവസമെങ്കിലും എനിക്കതിനുള്ള അവസരം തരണമെന്ന് ഗ്രാൻഡ് പാരൻസ് നിങ്ങളുടെ മക്കളോട് പറയണം. നിങ്ങളുടെ മക്കളെ നിങ്ങൾക്ക് നോക്കാനുള്ള കടമയുണ്ട്. ഒരു 5 ദിവസം ജോലി കഴിഞ്ഞ് പിന്നെ 2 ദിവസം പിള്ളേരെ അടുത്തിരിക്കട്ടെ, നിങ്ങൾ ശനി ഞായർ ദിവസമെങ്കിലും ഒരു 2 മണിക്കൂറെങ്കിലും സമയം നമ്മൾ ശരിക്കും അങ്ങനെ പാപികൾക്ക് വേണ്ടി ദിവ്യകാരുണ്യ സന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിക്കുകയാണെങ്കിൽ സാധനം ഇതൊക്കെ ഇങ്ങനെ ചെയ്ത്, പ്രത്യേകിച്ച് നെസ്റ്റിൽ അച്ഛൻ അറിയാലോ, വർഷങ്ങളായിട്ട് മദ്യത്തിന് അടിമയായൊരു മകനാണ്. ആ മകൻ്റെ അവർ വിജാതീയരാണ്, മാമോദിസ സ്വീകരിച്ചിട്ടില്ല. അവർക്ക് ഈശോയെ കുറിച്ചിട്ട് എങ്ങനെയൊക്കെ അവർ അറിയാനിടയായി. ഈ സഹോദരി അവരുടെ ഇടവകപ്പള്ളി അല്ല, അത് അവരുടെ ഭാഗത്ത് ഒരു പള്ളിയിൽ ദിവ്യകാരുണ്യ സന്നിധിയിൽ മുട്ടുമൊന്ന് പ്രാർത്ഥിക്കും പള്ളിയിൽ പോയിട്ട്. പ്രിയ സഹോദരങ്ങളെ, 7-8 സ്ഥലങ്ങളിൽ ഡി അഡിക്ഷന് പോയിട്ട് രക്ഷപ്പെടാത്തതാണ് ഈ സഹോദരി. ഈ ഭർത്താവിന് വേണ്ടി, ഇപ്പോൾ ആ ഭർത്താവിന് 48 വയസ്സാണ്, 48 കോടി മദ്യപാനികൾക്ക് വേണ്ടി എനിക്ക് തോന്നുന്നു ഒരു 7-8 മാസം കണ്ണീരോടെ. അപ്പോൾ ചോദിക്കുന്നുണ്ട്, നീ എന്തിനു പള്ളിയിൽ, ഞങ്ങളുടെ പള്ളിയിൽ പോയി പ്രാർത്ഥിക്കണമെന്ന് ചോദിക്കുന്നുണ്ട്. ഈശോ മാത്രമേ എനിക്ക് തുണയുള്ളൂ. പ്രിയ സഹോദരങ്ങൾ, അങ്ങനെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് വിടുതൽ കർത്താവ് നൽകി. അതാണ് പാപിയെ തെറ്റായ മാർഗത്തിൽ നിന്ന് പിന്തിരിക്കുന്നവൻ. നമുക്ക് തന്നെ ശക്തിയില്ല, ഈശോയ്ക്ക് ദിവ്യകാരുണ്യത്തിന് ശക്തിയുണ്ട്. ദിവ്യകാരുണ്യത്തെ കാലത്ത് കുർബാന കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം പണികൾ ഒരുക്കിയിട്ട് ഇത് ഫസ്റ്റ് പ്രയോറിറ്റി ആയിട്ട് എടുത്ത് ഒരു 2 മണിക്കൂറെങ്കിലും സമയം ഡെയിലി, സാധിക്കുന്നിടത്തോളം ഡെയിലി
നമ്മൾ ചെയ്ത് പ്രാർത്ഥിക്കുകയാണെങ്കിൽ അതിൻ്റെ വിടുതൽ നമുക്ക് ചിന്തിക്കാൻ പറ്റും. അത്രയും വലിയ വിടുതൽ കർത്താവ് തരും കേട്ടോ. ഈശോ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഈ വചനത്തിൻ്റെ അഭിഷേകം നിങ്ങളിൽ നിറഞ്ഞു കവിയട്ടെ. ഈശോയുടെ നാമത്തിൽ എപ്പോഴും എന്നേക്കും ആമേൻ.